അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. ബഹുമാനികളെ, പരിശുദ്ധ റമദാൻ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പടിവാതിക്കൽ എത്തിയിരിക്കുകയാണ്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി ഇപ്രകാരമായിരുന്നു. ഹദീസുകൾ വിവരിക്കുന്നുണ്ട്. യുബശ്ശിറു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബി ഖുദൂമി റമദാൻ. റമദാനിൻ്റെ ആഗമനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികൾക്ക് ഉണർത്തുമായിരുന്നു. അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുമായിരുന്നു. ഖദ് ജാഅക്കും ഷഹറുൻ മുബാറക്കുൻ, മഹത്തായ ഒരു മാസം നിങ്ങൾക്കിതാ സംജാതമായിരിക്കുന്നു എന്ന നിലയിൽ. അതുകൊണ്ട് തന്നെ റമദാൻ ആഗതമാകുന്നതോടുകൂടി ഓരോ സത്യവിശ്വാസികളും സന്തോഷിക്കുകയും ആ സന്തോഷം മറ്റുള്ളവരിലേക്ക് പങ്കിടുകയും അതുപോലെ തന്നെ സന്ദേശമായി കൈമാറുകയും ചെയ്യുക എന്നുള്ളത് പുണ്യകരമാണെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ രേഖപ്പെടുത്തേണ്ട സന്ദർഭം നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വളരെ ഖേദകരം ഒരു കാര്യം ഇവിടെ ഉണർത്താൻ ഉദ്ദേശിക്കുകയാണ്. ആ മാസത്തിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയ ലൈലത്തുൽ ഖദർ, ആ ലൈലത്തുൽ ഖദർ ഇന്ന രാവാണെന്ന് തിരിച്ചറിയാതിരിക്കാനുണ്ടായ ഒരു കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. രണ്ട് പേര് തമ്മിൽ ചെണ്ട കൂടിയപ്പോൾ അത് കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന രാവാണ് ലൈലത്തുൽ ഖദർ ഉണ്ടാവുക എന്നതിനെ സംബന്ധിച്ച് എനിക്ക് മറപ്പിക്കപ്പെട്ടു എന്ന് ചരിത്രത്തിൽ വരുന്നുണ്ട്. ബഹുമാനികളെ, റമദാനിൻ്റെ തുടക്കത്തിൽ പലപ്പോഴും നാം അനുഭവിക്കുന്ന ഒരു പ്രയാസം ഇതാണ്. സോഷ്യൽ മീഡിയയുടെയും അല്ലാതെയും റമദാനിൻ്റെ മാസപ്പിറവിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും തർക്കങ്ങളും. ഇത്തരുണത്തിൽ നമ്മുടെ സംഘടനാ നേതാക്കന്മാരും അതുപോലെ തന്നെ മറ്റ് പണ്ഡിതന്മാരും ഒരുമിച്ച് കൂടി ഒരു തീരുമാനത്തിലെത്തുകയോ അല്ലെങ്കിൽ തർക്കത്തിൽ നിന്ന് പരമാവധി വിട്ടുനിൽക്കാൻ വേണ്ടി ശ്രമിക്കുകയോ ചെയ്യേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് നിലകൊള്ളുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരസ്പരമുള്ള അനാവശ്യ തർക്കങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ഇബാദത്തും റമദാനും ഏറ്റവും അള്ളാഹുവിന് പ്രിയപ്പെട്ട രീതിയിൽ കഴിച്ചുകൂട്ടാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.